നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വല്ലാതെയാതി പൊട്ടിയിരിക്കുന്നു ആഴ്സണൽ. ആരോട്? രണ്ടാം ഡിവിഷനിൽ, അതായത് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സതാംപ്ടനോട്. അങ്ങനെ എഫ് എ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പുറത്തായി. ഇവർക്ക് ഈ കിരീടം അടുക്കുമ്പോൾ എന്താണ് ഇങ്ങനെ എന്നുള്ളതാണ് ആശ്ചര്യജനകം. 2-1 തോൽവിയാണ് ഇപ്പോൾ ആഴ്സണൽ സതാംപ്ടനോട് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്താണ് പിഴച്ചത്? ചോദ്യം മൈക്കിൾ ആർട്ടിറ്റയോട്. അത് അദ്ദേഹം പറഞ്ഞത് റിസൾട്ടാണ് പിഴച്ചതാണ്. ഏതായാലും നോക്കുക, കറബാവോ കപ്പിൽ അവർ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് തോറ്റു. ഇപ്പോൾ ഈ 2 കളികളാണ്. ഇതിന് മുമ്പത്തെ കളിയിൽ ഫൈനലിൽ സിറ്റിയോട് തോറ്റു. ഇപ്പോൾ ഇതാ ക്വാർട്ടർ ഫൈനലിൽ സതാംപ്ടനോട് തോറ്റു. 2 കിരീടങ്ങൾ അങ്ങനെ അങ്ങ് തീരുമാനമാക്കി കളഞ്ഞു. ആർട്ടിറ്റയോട് എന്താണ് റോങ് ആയിപ്പോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദി റിസൾട്ട്. എസ്പെഷ്യലി ഞങ്ങൾ കൺസിഡർ ചെയ്ത 2 ഗോളുകൾ, ഞങ്ങൾക്ക് അത്രയധികം ഡൊമിനൻസ് ഉണ്ടായിരുന്നു കളിയിൽ. 2 മാസീവ് ചാൻസസ് സതാംപ്ടൺ ഗോൾ അടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ലഭിച്ചു. അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്യണം. അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തോൽവിക്ക് മറ്റു കാരണങ്ങളൊന്നും തേടണ്ട എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വലിയ ആധിപത്യം, നിരന്തരം ഗോൾ അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവർ ഉതിർത്ത് 24 ഷോട്ടുകളാണ്. മറുഭാഗത്ത് സതാംപ്ടൻ്റെ ഗോൾ കീപ്പർ പലതും തടയുകയും ചെയ്തു എന്നുള്ളതാണ് കളി ആഴ്സണലിന് അനുകൂലമാവാതെ പോയത്. ഏതായാലും സൂപ്പർ താരങ്ങളെയൊക്കെ തന്നെ അണിനിരത്തിയിരുന്നു. മുന്നേറ്റത്തിലെ ഗബ്രിയൽ ഹീസസും ഗബ്രിയൽ മാർട്ടിനെല്ലിയും ഹാവേർട്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഗ്യോക്കറസ് വരികയും ചെയ്തു. ഏതായാലും കളിയുടെ 35-ാമത്തെ മിനിറ്റിൽ സ്റ്റീവർട്ടിലൂടെ സതാംപ്ടൺ ആദ്യ ഗോൾ അടിക്കുന്നു. പിന്നെ രണ്ടാം പകുതിയിൽ ഗ്യോക്കറസിലൂടെ ആ ഗോളും മടക്കിയടിച്ചു ആഴ്സണൽ 68-ാമത്തെ മിനിറ്റിൽ. പക്ഷേ 85-ാമത്തെ മിനിറ്റിൽ ചാൾസിൻ്റെ ഗോളോടുകൂടി സതാംപ്ടൺ വിജയിച്ച് കയറുകയായിരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എത്താം.